Good afternoon, dear students and parents. Welcome back to Study in Lithuania. I am Dr. Titi Varghese, educational consultant. Today I have my student Ananthakrishnan with me. Ananthakrishnan, welcome. Nice to meet you. This interview is actually going to be in Malayalam language. Ananthakrishnan, Lithuanian University of Health Sciences എന്ന യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വേൾഡ് റാങ്കിൽ തന്നെ വളരെ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ലിത്വേനിയ എന്നുള്ള കൺട്രിയിലെ യൂണിവേഴ്സിറ്റിയാണ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ BSc ഫിസിയോതെറാപ്പി പ്രോഗ്രാമിന് 2023 ഓട്ടം ഇൻടേക്ക് മുതൽ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ സക്സസ്ഫുൾ TRP. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ താല്പര്യം, എന്തുകൊണ്ടാണ് ലിത്വേനിയ എന്നുള്ള ഒരു കൺട്രി ചൂസ് ചെയ്തത്, എപ്രകാരമാണ് ആ യൂണിവേഴ്സിറ്റിനെ പറ്റി മനസ്സിലാക്കിയത്, ഫിസിയോതെറാപ്പി പ്രോഗ്രാമിലെ മെയിൻ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്, ഫ്യൂച്ചർ വരുന്ന സ്റ്റുഡൻസിന് അനന്തകൃഷ്ണന് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്? ആക്ച്വലി ഫിസിയോതെറാപ്പി എന്ന പ്രോഗ്രാം മെയിനായിട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്കോപ്പും വേക്കൻസിയും പിന്നെ അറിയാലോ മെഡിക്കൽ ഫീൽഡിൽ ഏതൊരു രാജ്യത്ത് പോയാലും നല്ല സ്കോപ്പാണ്. അപ്പം ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഫിസിയോതെറാപ്പി ചൂസ് ചെയ്ത കാരണം. പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രൊഫഷനാണ്. പിന്നെ മെയിനായിട്ട് ലിത്വേനിയ എന്ന രാജ്യം ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ടൊരു യൂറോപ്യൻ കൺട്രിയാണ്, പിന്നെ ഒരു അഫോർഡബിൾ ആണ്. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് നമുക്കത് പഠിച്ചിറങ്ങാൻ പറ്റും. അതേപോലെ ഞാൻ പഠിക്കുന്ന ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലിത്വേനിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തന്നെ അത്യാവശ്യം ഒരു ബിഗ് യൂണിവേഴ്സിറ്റിയാണ്, ഒരു ബാൾട്ടിക് റീജിയനിൽ തന്നെ. സോ ഈ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഇതിനൊക്കെ നോളജും യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ അറിയാൻ പറ്റിയത് കൂടുതലും മാമിന്റെ ഒരു അറിവനുസരിച്ചാണ്. കുറച്ചുകൂടി ഒരു നോളജ് കിട്ടി എനിക്ക് ഇതിനെ പറ്റി. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലുള്ള വിസിറ്റ് എനിക്ക് തോന്നുന്നു couple of months ago you were visiting university faculty. So ആ വീഡിയോസ് മൊത്തം കണ്ടായിരുന്നു. അപ്പൊ അതില് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻറ്റയർ സ്ട്രക്ചർ, മെയിൻ ബിൽഡിങ്, നിങ്ങളുടെ സിമുലേഷൻ ലാബ്സ്, ലൈബ്രറി ഫെസിലിറ്റീസ്, അതേപോലെ കവീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പ്ലേസ്, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തത് അതൊക്കെ കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിലെ എവിടെ എന്താ എങ്ങനെ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ചാനൽ കണ്ടിട്ടാണ് അനന്തകൃഷ്ണന് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു? കൊല്ലം ഡിസ്ട്രിക്ട്. ഓക്കെ, വെരി ഗുഡ്. യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ട്രിവാൻഡ്രത്ത്. അപ്പൊ അന്ന് വന്നപ്പോഴത്തേക്കും അവരെ കാണാൻ കൂടെ സാധിച്ചല്ലേ? ഓ, ദാറ്റ്സ് നൈസ്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് മെയിൻലി നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത് എന്നുള്ളത്? ആക്ച്വലി ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ബയോകെമിസ്ട്രി, ന്യൂറോ സയൻസ്, പിന്നെ ഫിസിയോതെറാപ്പി, അങ്ങനത്തെ കുറച്ച് പിന്നെ ഇത് അനാറ്റമി, അങ്ങനത്തെ കുറെ സബ്ജക്ട്സ് ആണ്. സിമുലേഷൻ ലാബ്സ് ഒക്കെ കണ്ടല്ലോ അല്ലേ? അത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര അമേസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ഞാൻ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ അത് കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, സാമ്പിൾസ് ഒക്കെ എന്ത് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ഒരു സെന്ററിൽ ചെല്ലുന്നു, അത് അവിടുത്തെ ടെസ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് ഉൾപ്പെടെ തിരികെ വരുന്നു. എല്ലാം വളരെ മെക്കനൈസ്ഡ് ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ BSc ഫിസിയോതെറാപ്പി പഠിച്ചതിന് ശേഷം അവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്, അതോ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് മൂവ് ചെയ്യാനാണോ? ആക്ച്വലി ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് പഠിച്ചിറങ്ങിയിട്ട് ലാംഗ്വേജ് എഫിഷ്യൻസി കൂടെ വേണം തീർച്ചയായിട്ടും. ലിത്വേനിയൻ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിത്വേനിയൻ ലാംഗ്വേജ് തുടക്കം മുതലേ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്തൊരു കേസ്, ഒരു കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ എത്രത്തോളം എനിക്ക് കുട്ടീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു? ആക്ച്വലി തുടക്കം തൊട്ട് TRP കാർഡ് കൈ കിട്ടുന്നവരെ മാമായിരുന്നു എല്ലാം ഹെൽപ്പ് ചെയ്തതും. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്രൂഫ് ഉൾപ്പെടെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാം നല്ല ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ TRP കാർഡ് ഇത്രയും സക്സസ്ഫുള്ളി കിട്ടാൻ കഴിഞ്ഞത്. TRP ഒരു വലിയ പേഷ്യൻസ് വേണ്ട പ്രൊസീജിയറാണ്. എത്ര മാസമായിക്കാണ് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 6-7 മാസമായിട്ടുണ്ടല്ലേ. വളരെ ലോങ് ആയിട്ട് ആ ഒരു പേഷ്യൻസോട് കൂടി നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ട ഒരു എന്താ പറയാ ഒരു വർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻസും ആയിട്ടുള്ള കൺസൾട്ടേഷൻ. ഓരോ കുട്ടികളുടെയും കേസ് വ്യത്യാസമാണ്, അവരുടെ സിറ്റുവേഷൻസ് വ്യത്യാസമാണ്.
അപ്പൊ എല്ലാ ആളുകളെയും സംബന്ധിച്ചും ഈ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രീസിൽ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ ഇപ്പൊ പല കൺട്രീസും അവരുടെ നിയമങ്ങളൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ലിത്വേനിയയുടെ കേസിൽ ഒരാഴ്ച ഒരു സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും ഒരാഴ്ച ലീഗലി അപ് ടു 40 hours വർക്ക് ചെയ്യാൻ സാധിക്കും. അറിയാമല്ലോ ആ ഒരു കേസ് അറിയാം. ലൈസൻസ് ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ അത് ഇന്റർനാഷണൽ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ ട്രാവൽ ആണ്. സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇറാസ്മസിനെ പറ്റി അറിയാമല്ലോ, സ്കോളർഷിപ്പിനെ പറ്റി അറിയാമല്ലോ. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് ഏതൊക്കെ ടൈപ്പാണ് നിങ്ങളുടെ ഫാക്കൽറ്റിക്ക്, ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ടൈപ്പ് ഉള്ളത്, ഏത് കൺട്രിയിലാണ് സ്റ്റഡീസിന് പോകാൻ സാധിക്കുന്നത്, ഏതൊക്കെ കൺട്രീസിലായിരിക്കും ഇന്റേൺഷിപ്പിന് പോകാൻ സാധിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം നിങ്ങളുടെ ഫാക്കൽറ്റിയിൽ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഉണ്ട്. ഫാക്കൽറ്റിയിലെ ഇന്റർനാഷണൽ കോർഡിനേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അവരെല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കും. എല്ലാവരും ഹെൽപ്ഫുൾ ആണ്, വളരെ ഫ്രണ്ട്ലി ആണ്. സോ യു ഡോണ്ട് നീഡ് ടു വറി അറ്റ് ഓൾ. എവിടെയാണ് അക്കോമഡേഷൻ? ആക്ച്വലി ഡോമിൽ തന്നെയാണ്. റെന്റ് ഒരു ട്രിപ്പിൾ റൂം ആണ് 90 euros. ഓക്കെ. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8,000 അപ്രോക്സിമേറ്റ്ലി പെർ മന്ത് വാടകയാണ് കേട്ടോ, ഒരു 8,000. അതുകൂടാതെ നിങ്ങളുടെ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണെങ്കിൽ റെന്റ് വളരെ കുറവാണ്. പ്ലസ് നിങ്ങളുടെ ഫുഡ്, ട്രാവലിംഗ്, ഇപ്പൊ ബസ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ബസ്സിന് 50% ഡിസ്കൗണ്ട് ഉണ്ട്. ട്രെയിനിലാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ബസ് അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ ചെറിയ ബസ് ഡിസ്റ്റൻസിൽ പോവുകയാണെങ്കിലും ബസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റുഡന്റിന്, ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഒരു മാസം ലിത്വേനിയയിലെ ഭക്ഷണവും അവരുടെ അക്കോമഡേഷനും മറ്റ് എക്സ്പെൻസസ് ഒക്കെ ചേർത്ത് മാക്സിമം ഒരു 25,000 to 30,000 ഒരു മന്ത് INR വരുള്ളൂ. ഓഫ് കോഴ്സ് അത് 30 എന്നുള്ളത് 80,000 1,00,000 ഒക്കെ ആക്കി സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈവൻ 18,000 രൂപയിൽ മാത്രം എക്സ്പെൻസ് വരുന്ന സ്റ്റുഡൻസും ഉണ്ട്, 80 കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ സ്റ്റുഡന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനുള്ള ഏറ്റവും വലിയൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, ഇത് നോക്കി വേണം നമ്മൾ എപ്പോഴും കോഴ്സ് ചൂസ് ചെയ്യാനും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും. എസ്പെഷ്യലി നിങ്ങളുടെ 10th-നും 12th-നും അറ്റ്ലീസ്റ്റ് ഒരു 63-65% മാർക്കുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. IELTS മാൻഡേറ്ററി അല്ല, പക്ഷേ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ഉണ്ട് അല്ലെ? യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ വളരെ ഫ്രണ്ട്ലി ആയ ഒരു ഇന്റർവ്യൂ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും LSMU യൂണിവേഴ്സിറ്റിക്ക് അടുത്ത വർഷമേ ഉള്ളൂ ആപ്ലിക്കേഷൻസ്. പക്ഷേ ആപ്ലിക്കേഷൻ ഒരു ഫെബ്രുവരി മാർച്ച് മന്തോടുകൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ കോൺടാക്ട് ചെയ്യാം ചൂടാതെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ. അതല്ല 2024 ഫെബ്രുവരി 1 എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് 2024 ക്ലാസ് തുടങ്ങുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ക്ലൈമറ്റ് യൂണിവേഴ്സിറ്റി കൂടാതെ SMK യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് VMU തുടങ്ങിയ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം പ്രമുഖമായിട്ടും ആ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാംസ് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, ടൂറിസം, അതല്ലെങ്കിൽ ഇൻഫർമാറ്റിക്സ്, സോഷ്യൽ വർക്ക്, മാനേജ്മെന്റ് സ്റ്റഡീസ് ഒക്കെയാണ്. അപ്പൊ ആ കോഴ്സസിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രൈമറി മോട്ടീവ് സ്റ്റഡീസ് ആയിരിക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ ചൂടെ ചേർത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Once again, Anandhakrishnan, thank you very much. Please convey my regards to your family and take care. Have a pleasant journey to Lithuania. Have a nice studies there, okay? Thank you.